നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയി. കൊല്ലങ്കോട് സ്വദേശി സുജിന്റെ ഇടത് കൈയാണ് മുട്ടിന് മുകളിൽ വെച്ച് അറ്റുപോയത്. ചൊവ്വാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട വാഹനം തുരങ്കത്തിന്റെ ഒരു വശം ചേർന്ന് പോവുകയും സുജിന്റെ കൈവരിയിൽ ഇടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ സുജിനെ ഒരു ആംബുലൻസിലും കൈ മറ്റൊരു ആംബുലൻസിലുമായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കോഴി കയറ്റി വന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പീച്ചി പോലീസ്, ദേശീയപാത റിക്കവറി വിഭാഗം എന്നിവർ മേൽ നടപടികൾ സ്വീകരിച്ചു. മുണ്ടൂരിൽ വയോധികയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. അമ്മയെ കൊന്നത് മകൾ സന്ധ്യ. കൊലപാതകം നടത്തിയത് സ്വർണ്ണാഭരണത്തിനു വേണ്ടി. സന്ധ്യയുടെ കാമുകനും പേരാമംഗലം പോലീസിന്റെ പിടിയിൽ. മുണ്ടൂർ പഞ്ഞമൂലയിലാണ് വയോധികയെ വീടിനു പുറകിലെ വഴിയോരത്ത് പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുണ്ടൂർ സ്വദേശി 75 വയസ്സുള്ള തങ്കമണിയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ 5:30 അയൽക്കാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. മൃതദേഹത്തിൽ മുഖത്ത് ചെറിയ മുറിവേറ്റ നിലയിലുള്ള പാടുകൾ ഉണ്ടായിരുന്നു. അത് വീഴ്ചയിൽ സംഭവിച്ചതാകാം എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. തങ്കമണിയുടെ കഴുത്തിലെ മാലയും നഷ്ടപ്പെട്ടിരുന്നു. ഇതോടെയാണ് പോലീസിന് സംശയം ഉടലെടുത്തത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. 45 വയസ്സുള്ള മകൾ സന്ധ്യ, 27 വയസ്സുള്ള കാമുകൻ നിതിൻ എന്നിവരെ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാമുകന് പണത്തിനു വേണ്ടി മകൾ സന്ധ്യ അമ്മയുടെ സ്വർണമാല കവരുന്നതിനിടെ കഴുത്തിൽ പിടിച്ച് തള്ളിയപ്പോൾ ഉണ്ടായ വീഴ്ചയെ തുടർന്നാണ് മരണം സംഭവിച്ചത്. പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇരുവരുടെയും അറസ്റ്റ് പേരാമംഗലം പോലീസ് രേഖപ്പെടുത്തി. ഐക്യജനാധിപത്യ മുന്നണി തൃക്കൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനിൽ മുളങ്ങാട്ടുകര അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ഷെന്നി പനോക്കാരൻ, വിൽസൺ ആറ്റുപുറം, ടോമി, ലിസി ജോൺസൺ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി EA ഓമന തുടങ്ങിയവർ പ്രസംഗിച്ചു. സർക്കാർ പഞ്ചായത്തിനെ മുച്ചൂട് ബുദ്ധിമുട്ടിച്ചപ്പോഴും സർക്കാരിന്റെ സഹായമില്ലാതെ തന്നെ വിവിധ പദ്ധതികളിലൂടെ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു. പട്ടികജാതി കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ, ഉണ്ണാനും ഉറങ്ങാനും പായ പോലും ഇല്ലാത്ത വീടുകളിലേക്ക് ലാപ്ടോപ്പ് എന്ന് പറയുന്ന സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ആ കുട്ടി ഐക്യജനാധിപത്യ മുന്നണി പറപ്പൂക്കര 16-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. പൗലോസ് തട്ല അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥികളായ M ശ്രീകുമാർ, ജാനകി ശബരിദാസ്, ശശികുമാർ ഇടപ്പുഴ, സോമൻ മുത്രത്തിക്കര, NV കൃഷ്ണൻ നമ്പൂതിരി, TM യോഹന്നാൻ, പോൾ പൊട്ടക്കൽ, വർഗീസ് ആലപ്പാട്ട്, രാജേഷ് കുമാർ, MA ജോൺസൺ, മുരളി കുമ്പളപ്പറമ്പിൽ, പോളി ഐനിക്കൽ, CD കുര്യപ്പൻ, പ്രേംലാൽ എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുടയിൽ MDMAയുമായി 2 പ്രതികൾ അറസ്റ്റിലായി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് അംഗങ്ങളാണ് പ്രതികളെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം സ്വദേശി മുല്ലശ്ശേരി വീട്ടിൽ പ്രജു, ഇരിങ്ങാലക്കുട കൊരുമ്പിശ്ശേരി സ്വദേശി നാരാട്ടിൽ വീട്ടിൽ പ്രണവ് എന്നിവരെയാണ് പിടികൂടിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം വെസ്റ്റ് നടയിൽ നടത്തിയ പരിശോധനയിലാണ് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന MDMAയുമായി ഇരുവരും പിടിയിലായത്. പ്രണവ് കാട്ടൂർ 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പ്രജു 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 93,000-ന് മുകളിൽ. സംസ്ഥാനത്ത് സ്വർണ്ണവില വർദ്ധിച്ചു. ഇന്ന് ഒറ്റയടിക്ക് 1,400 രൂപയാണ് വർദ്ധിച്ചത്. 93,160 രൂപയാണ് ഒരു പവന്റെ വില. ഗ്രാമിന് 175 രൂപ വർദ്ധിച്ച് 1,645 രൂപയായി. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 90,200 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. 5-ന് 89,080 രൂപയായി താഴ്ന്ന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തി. പിന്നീട് പടിപടിയായി വില ഉയർന്ന് 13-ന് 94,000-ന് മുകളിൽ എത്തി. 13-ന് രേഖപ്പെടുത്തിയ 94,320 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരം. തുടർന്ന് വില കുറയുന്നതാണ് ദൃശ്യമായത്.
കല്ലൂർ പൂണിശ്ശേരി മണപ്പെട്ടി വീട്ടിൽ പരേതനായ രാഘവൻ ഭാര്യ തങ്ക അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3-ന് മതിക്കുന്ന് ശാന്തിതീരം ശ്മശാനത്തിൽ. രാജൻ, ചന്ദ്രൻ, ജയ, അനിലൻ, ഷീജ എന്നിവർ മക്കളും ഷീബ, ഷീല, മണി, രാജി, രാജൻ എന്നിവർ മരുമക്കളുമാണ്. മുപ്ലിയം ഉഴുവത്ത് ചെരട്ടൽ ആസർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് മുപ്ലിയം അസംഷൻ പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ബിജു, ബിനി എന്നിവർ മക്കളും റിയ, ഷാജു എന്നിവർ മരുമക്കളുമാണ്. വരാക്കര കാളക്കല്ല് തേറാട്ടിൽ ജോർജ് വാവു അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. മേരിയാണ് ഭാര്യ. ആൽവിൻ, അലക്സ് എന്നിവർ മക്കളും മൗവ, പോൾ, ഹിമ കുര്യൻ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,645 രൂപയും പവന് 93,160 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.